ഭിക്ഷാടന മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നാരോപിച്ച് താമസ സ്ഥലങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി പരിശോധന നടത്തിക്കൊണ്ടുപോയ കുട്ടികളെ തിരികെ എത്തിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മലപ്പുറം കോട്ടക്കലിലെ ആന്ധ്ര കോളനിയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയ ശേഷമാണ് മഹിളാ അസോസിയേഷൻ ആവശ്യം ഉന്നയിച്ചത്. ഈ മാസം 15-നാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്തെ പുതുപ്പറമ്പിലെ ആന്ധ്ര കോളനിയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും ചേർന്ന് പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് ശേഷം 4 പെൺകുട്ടികളെ അവർ കൊണ്ടുപോയി. എന്തിനാണെന്നോ എങ്ങോട്ടാണെന്നോ പറയാതെയാണ് തങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയതെന്ന് രക്ഷിതാക്കൾ കോളനി സന്ദർശിച്ച മഹിളാ അസോസിയേഷൻ പ്രവർത്തകരോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മാർക്ക് ആയിട്ട് ഞങ്ങൾ കുട്ടികൾക്കും ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ പോയി എല്ലാവരും കൂടെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അന്ന് പിന്നെ ഒന്നും കുറേ ആൾക്കാർ അതില് പോലീസ് അത് എല്ലാവരും നമ്മൾ പോലീസിന്റെ മനസ്സിലിങ്ങനെ തോന്നാണ് ഇന്ത്യ പിന്നെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. മത്സരത്തിന് സംഭവിച്ചതൊക്കെ ദയനീയമായ സംഭവമാണ് ഉണ്ടായതെന്ന് വിശദാംശങ്ങൾ കേട്ട ശേഷം അസോസിയേഷൻ നേതാവ് അഡ്വക്കേറ്റ് സുമതി റിപ്പോർട്ടറോട് പറഞ്ഞു. അവർക്കെതിരായിട്ട് നടപടി എടുക്കണം. ഈ ഒരു സമീപനം ആരാണോ അത് നടത്തിയത് അതിന് ഉത്തരവാദികൾ. അവരെ ഈഗോ ക്ലേഷൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ തീർക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് ഈ പാവപ്പെട്ട കുട്ടികളെല്ലാം ഇരയാക്കേണ്ടത്. അതേസമയം ഞങ്ങളോട് ഈ നാട് വിട്ടു പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകുമായിരുന്നു എന്നും എന്തിനാണ് ഞങ്ങളുടെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയതെന്നും രക്ഷിതാക്കളിൽ ഒരാളായ ഭാഷ ചോദിച്ചു. തൊഴിൽ തേടി വന്നതാണ് തങ്ങളെന്നാണ് ഇവരുടെ അവകാശവാദം. മാർക്ക് ആയിട്ട് ഞങ്ങൾ കുട്ടികൾക്കും ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ പോയി എല്ലാം കുറേ ഞങ്ങൾ ഫോൺ കുട്ടികളല്ലല്ലോ സാർ, അത് ഞങ്ങൾ പണിയെടുക്കുന്ന ആൾക്കാർ സൈറ്റും കാണിച്ചു തരാം, നമ്പറും ഫോൺ നമ്പർ നിങ്ങൾ തരാം, എന്ത് വേണ്ടി നിങ്ങൾ ചെയ്തു തരാം. പക്ഷെ ഇന്ന് കുട്ടികളെ നിന്ന് കിട്ടുന്നത് അതിനായിട്ട് സുഖം ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോയിന്ന്. അതേസമയം കുട്ടികളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട സാമൂഹ്യ സ്ഥാപനങ്ങൾക്കിടയിലെ അധികാര വടംവലിയാണ് ജില്ലയിൽ വ്യാപകമാവുന്ന റെയ്ഡുകളെന്നും ആക്ഷേപമുണ്ട്. ഭിക്ഷാടനം സജീവമാകുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കാതെ പോയതാണ് ഇത്തരം സംഭവം നടക്കുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ കോളനിയിൽ അന്തേവാസികളിൽ പലരും ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്വദേശികളാണ്. റിപ്പോർട്ടർ, മലപ്പുറം.